നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 39-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 68-ലെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 68-ലെ മലയാള സിനിമയുടെ ചരിത്രമുണ്ടായിരുന്നു. 68-ൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി സിനിമയിലുണ്ടായി. മലയാളത്തിൽ ഇന്ന് നാടകങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാമിൽ നിന്ന്, മിമിക്രിയിൽ നിന്ന്, ടെലിവിഷൻ ഷോയിൽ നിന്ന് ഒക്കെ സിനിമയിലേക്ക് നടീനടന്മാർ പ്രവേശിക്കാറുണ്ട്. എന്നാൽ 1968-ൽ നൃത്തരംഗത്ത് നിന്നും വന്ന ഒരു നടിയുണ്ടായിരുന്നു. ആ നടിയുടെ പേരാണ് റാണി ചന്ദ്ര. റാണി ചന്ദ്രയുടെ ആദ്യത്തെ സിനിമ 1968-ൽ പുറത്തിറങ്ങിയ 5 സുന്ദരികൾ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയുടെ നിർമ്മാതാവ് PIIA കാസിം എന്ന ആളായിരുന്നു. അതൊരു പ്രത്യേകതയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത, ചരിത്ര പ്രധാനമായ പുന്നപ്ര വയലാർ സമരം സിനിമയായി മാറി എന്നുള്ളതാണ്. കുഞ്ചാക്കോയാണ് സിനിമയാക്കിയത്. സമരത്തിൽ പങ്കെടുത്ത SL പുരം സദാനന്ദനായിരുന്നു അതിൻ്റെ തിരക്കഥ രചിച്ചത്. SL പുരത്തിൻ്റെ മറ്റൊരു നാടകം കൂടി അക്കാലത്ത് സിനിമയായി. വില കുറഞ്ഞ മനുഷ്യൻ എന്നതായിരുന്നു ആ സിനിമയുടെ പേര്. മലയാളത്തിലെ പല കാവ്യങ്ങൾ, നോവലുകളൊക്കെ സിനിമയാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. തമിഴ് കാവ്യം മലയാളത്തിൽ സിനിമയായി. കണ്ണകിയുടെ കഥ കുഞ്ചാക്കോ സിനിമയാക്കിയത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിലാണ്. അക്കാലത്ത് തന്നെ പൊളിറ്റിക്കൽ സിനിമ എടുക്കണം എന്ന് ഒരു കൂട്ടർ ആഗ്രഹിച്ചു. മുഖ്യമന്ത്രി എന്ന പേര് നൽകി. പക്ഷേ അതിന് അനുവാദം ലഭിച്ചില്ല. പകരം ലക്ഷപ്രഭു എന്ന പേരിൽ സിനിമയിറങ്ങി. ജനറൽ പിക്ചേഴ്സിൻ്റെ രവിയാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. മലയാറ്റൂരിൻ്റെ കഥയും തിരക്കഥയും P. ഭാസ്കരൻ്റെ സംവിധാനം. അതായിരുന്നു ലക്ഷപ്രഭു. ഹിന്ദിയിൽ പ്രദർശന വിജയം നേടിയ സിനിമകളുടെ റീമേക്ക് മലയാളത്തിലുണ്ടായി. P. ഭാസ്കരൻ്റെ അപരാധി, മനസ്വിനി എന്ന സിനിമകൾ അത്തരത്തിലുള്ളതാണ്. ഹിന്ദിയിൽ ഏറെ വിജയം നേടിയ സിനിമകളുടെ റീമേക്കായിരുന്നു അപരാധിയും മനസ്വിനിയും. M. പരമേശ്വരൻ നായരുടെ നോവലായിട്ടുള്ള വഴിപിഴച്ച സന്തതിയും മുട്ടത്തുവർക്കിയുടെ വെളുത്ത കത്രീനയും സിനിമയായത് 1968-ൽ തന്നെയാണ്. AB രാജ് സംവിധാന രംഗത്തേക്ക് വരുന്നു. കളിയല്ല കല്യാണം എന്ന സിനിമയിലൂടെയാണ് AB രാജ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. കാരാട്ട് അച്യുതമേനോൻ്റെ വിരുദൻ ശംഖു സിനിമയായി. തിരക്കഥ ജഗതി NK ആചാര്യായിരുന്നു. മലയാളത്തിലെ പ്രശസ്ത നടനായ ജഗതിയുടെ അച്ഛനാണ് ജഗതി NK ആചാര്യ. KS സേതുമാധവൻ്റെ തോക്കുകൾ കഥ പറയുന്നു യക്ഷിക്ക് മുന്നേ 1968 ലാസ്റ്റ് അദ്ദേഹം ചെയ്ത സിനിമയാണ് തോക്കുകൾ കഥ പറയുന്നു. ഇതിലെ പ്രത്യേകത, ഇതിലൊരു ഗാനം ഇന്നും നമ്മൾ ഓർക്കാറുണ്ട്. യേശുദാസ് പാടിയ പാരിജാതം മെഴി തുറന്നു എന്ന ഗാനം. വയലാർ ദേവരാജൻ ടീമിൻ്റേതാണ് ആ ഗാനം. ഇതൊക്കെയാണ് 1968-ലെ മലയാള സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ഓർത്തു വയ്ക്കുന്ന കാര്യങ്ങൾ. ഇനിയും നമുക്ക് ചരിത്രങ്ങൾ തുടർന്നും പരിശോധിക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, മലയാള സിനിമയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ മുന്നുള്ള എപ്പിസോഡുകൾ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ചരിത്രം മാത്രമല്ല, നമ്മളിപ്പോൾ പാട്ടിൻ്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പാട്ടിൻ്റെ വഴിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യവുമായി നല്ല ബന്ധമുണ്ട്, അതിലെ അലങ്കാരങ്ങളുമായി ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു. സംബന്ധാതിശയോക്തി എന്ന അലങ്കാരത്തെ കൂടി നാം ഇത്തരുണത്തിൽ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അയോഗത്തിങ്കലെ യോഗം സംബന്ധാതിശയോക്തിയാം. അയോഗത്തിങ്കലെ യോഗം സംബന്ധ അതിശയോക്തിയാം. അതാണ് അതിൻ്റെ ലക്ഷണം. മുട്ടുന്നു മതി ബിംബത്തിൽ മോടിയോടിക മേടകൾ. മതിബിംബത്തിൽ, ചന്ദ്രബിംബത്തിൽ എന്തു മുട്ടുന്നു? മോടിയോടുകൂടിയ മേടകൾ, വീടുകൾ ചന്ദ്രബിംബത്തിൽ പോയി മുട്ടുന്നു. നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ബന്ധമില്ലാത്തയിടത്ത് ബന്ധമുണ്ടെന്ന് പറയുന്നതാണ് സംബന്ധാതിശയോക്തി.
മലയാള സിനിമാ ഗാനങ്ങളിൽ ഒട്ടേറെ ഈ അലങ്കാരം നമുക്ക് കാണാനാകും. ഉണ്ണിയുണ്ടായ സന്തോഷം കൊണ്ടുടൻ പുണ്യലോകായ പൂതി കൊടുക്കയാൽ ആലവട്ടം കുട താഴെയെന്നിലെ ശേഷിച്ചീലൊന്നു പൂവരേ ഗോവിന്ദ എന്ന് 24 വൃത്തത്തിൽ മറ്റൊരു ഉദാഹരണം നമുക്ക് ഓർക്കാനുണ്ട്. ഈ അലങ്കാരങ്ങളൊക്കെ ഇതിൽ മലയാള സിനിമാ ഗാനങ്ങളിലൊക്കെ കടന്നു വരുന്നത് നമുക്ക് പരിശോധിച്ചറിയാവുന്നതാണ്. മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. തമ്പിയുടെ ഗാനങ്ങളെടുത്ത് പരിശോധിക്കുകയും പഠിക്കുകയുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. തമ്പിയുടെ തന്നെ ഗാനങ്ങൾ പലതും ചങ്ങമ്പുഴയുടെ കാലത്തിലേക്ക്, പ്രണയഗാനങ്ങൾ പലതും ചങ്ങമ്പുഴയുടെ കാലത്തിലേക്ക്, രമണൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ പറന്നു പോകുന്ന ഒരു അനുഭൂതി എത്തിക്കാൻ കഴിയുന്നുണ്ട്. തമ്പിയുടെ പല ഗാനങ്ങൾക്കും അതുണ്ട്. പ്രാണസിന്ധുവിൽ പ്രേമലോലയാം വേണിയായി ലയിച്ചു നീ, അദ്ദേഹം എഴുതുന്നു, പ്രാണസിന്ധുവിൽ പ്രേമലോലയാം വേണിയായി ലയിച്ചു നീ, മാമലകളിൽ പൊൻപുലരിയിൽ മഞ്ഞല എന്ന പോലവേ, വാസരങ്ങളിൽ തെന്നലിൻ പൂവിൽ വാസന എന്ന പോലവേ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ കാലഘട്ടത്തെയും രമണൻ്റെ ഹൃദയത്തിലേക്കും നമ്മൾ കടന്നു പോകുന്നത് എന്ന് തുടങ്ങി വീണ്ടും കവി പ്രണയാന്തരനാവുകയാണ്. എന്നിൽ എൻ്റെ വേണുവിൽ ഇന്നലിഞ്ഞു കഴിഞ്ഞു നീ എന്നാണ് പിന്നെ പ്രണയത്തോടുകൂടി കവി പറയുന്നു. എന്നിൽ എൻ്റെ വേണുവിൽ ഇന്നലിഞ്ഞു കഴിഞ്ഞു നീ. ആദ്യമേ പറഞ്ഞത് മാമലകളിൽ പൊൻ പുലരിയിൽ മഞ്ഞള എന്ന പോലവേ, വാസരങ്ങളിൽ തെന്നലിൽ പൂവിൽ വാസന എന്ന പോലവേ. ഏതിനെ എന്ന പോലവേ, എവിടെയൊക്കെ ഉപമ വരുന്നു നോക്കൂ. എന്നിൽ എൻ്റെ വേണുവിൽ ഇന്നലിഞ്ഞു കഴിഞ്ഞു നീ. ഇവിടെയും ചില അലങ്കാരങ്ങൾ കടന്നു വരുന്നത് മുന്നേയുള്ള അലങ്കാരങ്ങൾ മനസ്സിലാക്കിയവർക്ക് തിരിച്ചറിയാനാകും. 1970 പുറത്തിറങ്ങിയ എഴുതാത്ത കഥ എന്ന സിനിമയുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനങ്ങൾ അതിലുണ്ട്. കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങനെ നിൻ്റെ രൂപം എന്നൊരു ഗാനം അതിൻ്റെ അകത്തുണ്ട്. വിശേഷപ്പെട്ടൊരു ഗാനമാണത്. മനുഷ്യജന്മത്തിൻ്റെ നിസ്സാരത, വളരെ നിസ്സാരമായ ഈ മനുഷ്യജന്മത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തത്വചിന്താപരമായൊരു ഗാനമാണ് കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങനെ നിൻ്റെ രൂപം തുടങ്ങിയ ഗാനം. അതിൽ തന്നെ മറ്റൊരു ഗാനത്തിൻ്റെ വരി, മനസ്സെന്ന മരതക ദ്വീപിൽ എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഗാനമാണ് അതിൽ, പ്രാണവീണതൻ ലോലതന്ത്രിയിൽ ഗാനമായി വിടർന്നു നീ. വ്യത്യസ്ത ഭാവത്തിൽ മറ്റൊരു ഗാനം നോക്കൂ. ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ ഗാനങ്ങളിൽ ആവാഹിച്ച് നവ്യ അനുഭൂതി പകർത്താൻ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. തമ്പിയുടെ ഗാനങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് പരിശോധിച്ചുകൊണ്ട് പാട്ടെഴുത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ പാട്ടെങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചൊരു പരിശീലനം ലഭിക്കാൻ ഒന്നുകൂടി ശ്രമിച്ചുകൊണ്ട് ഇത്തരം പാട്ടുകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചും നിരീക്ഷിച്ചും വായിച്ചും അത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തി എന്ന് ചിന്തിച്ചും നമുക്ക് തുടർന്നും പോവാം. നമസ്കാരം.